Hi everyone, welcome back to my classroom. Today we are going to discuss about liquidity ratios. What are the important liquidity ratio? Here the four liquidity ratio. First one current ratio, second one quick ratio, third one absolute liquid ratio, and fourth one cash burn ratio. Okay. ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യണത്? ഷോർട്ട് ടേം സോൾവൻസി മെഷർ ചെയ്യാനായിട്ടുള്ള റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. കമ്പനിയുടെ ഷോർട്ട് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അതായത് ഷോർട്ട് ടേം അസറ്റ്സ് കറണ്ട് അസറ്റ്സ് കയ്യിലുണ്ടോ എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാനാണ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ എൻഷർ ചെയ്യാൻ മെഷർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ദെൻ ലിക്വിഡിറ്റി റേഷ്യോസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഒന്ന് കറൻറ്റ് റേഷ്യോ ആണ്. Liquidity ratio refers to ability of a firm to meet its current obligation. Okay, ability to meet current obligation as and when these become due. The short-term obligations are met by realizing amounts from current, floating or circulating asset. അപ്പോൾ കറൻറ്റ് ഒബ്ലിഗേഷൻസ് എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? സർക്കുലേറ്റിംഗ് അസറ്റിലൂടെ, ഫ്ലോട്ടിംഗ് അസറ്റിലൂടെ. അതിനെയാണ് നമ്മൾ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, BR, ഡെറ്റേഴ്സ് ഇതെല്ലാം ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് കറൻറ്റ് അസറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അസറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. എന്ത് മീറ്റ് ചെയ്യാൻ? ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ്, ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത് ലിക്വിഡായിരിക്കാം, നിയർ ലിക്വിഡിറ്റി ആയിരിക്കാം. അതായത് ലിക്വിഡായിട്ടുള്ള ക്യാഷിൻ്റെ ഫോമിലുള്ള കറൻറ്റ് അസറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ നിയർ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് സെയിലായാൽ ക്യാഷായി മാറും, ബില്ല് മാറിക്കഴിഞ്ഞാൽ ക്യാഷാക്കി മാറ്റാം. ഡെറ്റേഴ്സിൻ്റെ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാഷായി മാറും. അപ്പോൾ അതൊക്കെ നിയർ ലിക്വിഡിറ്റിയാണ്. പെട്ടെന്ന് നമുക്കതിനെ ക്യാഷിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ ദി സഫിഷ്യൻസി ഓർ ഇൻസഫിഷ്യൻസി ഓഫ് കറൻറ്റ് അസറ്റ് ഷുഡ് ബി അസസ്ഡ് ബൈ കമ്പയറിങ് വിത്ത് ദി ഷോർട്ട് ടേം ലയബിലിറ്റി. അപ്പോൾ കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് സഫിഷ്യൻ്റ് ആണോ ഇൻസഫിഷ്യൻ്റ് ആണോ, ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ അതിലെ ഫസ്റ്റ് റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോയിൽ ആദ്യത്തെ റേഷ്യോ ആണ് കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. കറൻറ്റ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറൻറ്റ് അസറ്റ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റി. ഓക്കെ, കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റി നമ്മളെ റിലേഷൻഷിപ്പാണ് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ, ദറ്റ് ഈസ് കറൻറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി. ദിസ് ഈസ് ദി ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് കറൻറ്റ് റേഷ്യോ. അപ്പോൾ തറവായിട്ട് പഠിച്ചു വെച്ചോളൂ. കറൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി. ഇനി ഐഡിയൽ കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ, 2:1 എന്ന് പറയുമ്പോൾ 1 ലയബിലിറ്റി മീറ്റ് ചെയ്യാനാണ് 2. അതിൻ്റെ ഡബിൾ കറൻറ്റ് അസറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഓക്കെ ആണ് ഫേം എന്നാണ് മീൻ ചെയ്യുന്നത്. കറൻറ്റ് അസറ്റിൽ ഏതൊക്കെയാണ് വരിക, കറൻറ്റ് ലയബിലിറ്റിയിൽ ഏതൊക്കെയാണ് വരിക എന്ന് തറവായിട്ട് പഠിച്ചു വെച്ചോളൂ. കറൻറ്റ് ലയബിലിറ്റീസിൽ എന്തൊക്കെയാണ്? ബിൽസ് പേയബിൾ ഉണ്ടാവും, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, അക്രൂഡ് എക്സ്പെൻസ് ഉണ്ടാവും, ഷോർട്ട് ടൈം അഡ്വാൻസസ് ഉണ്ടാവും, ഇൻകം ടാക്സ് പേയബിൾ ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ടാവും, ഡിവിഡൻറ്റ് പേയബിൾ ഉണ്ടാവും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇതൊക്കെ കറൻറ്റ് ലയബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ ക്യുക്ക് റേഷ്യോ ആണ് സെക്കൻഡ് വൺ. ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്? ക്യുക്ക് റേഷ്യോ ഡിസ്ക്ലോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യുക്ക് അസറ്റ്സ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റി. ക്യുക്ക് അസറ്റും കറൻറ്റ് ലയബിലിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ക്യുക്ക് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഓർ ലിക്വിഡ് റേഷ്യോ. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ലിക്വിഡ് റേഷ്യോ എന്താണെന്നാണ് ചോദിക്കാറ്, അത് ക്യുക്ക് റേഷ്യോ ആണ്. ആസിഡ് ടെസ്റ്റ് റേഷ്യോൻ്റെ മീനിങ് ചോദിക്കാറുണ്ട്, അതും എന്താണ്? ക്യുക്ക് റേഷ്യോ ആണ്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക. ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, അതെന്തിൻ്റെ അനദർ നെയിംസ് ആണ്? ക്യുക്ക് റേഷ്യോൻ്റെ. ദെൻ ഇത് കുറച്ചുകൂടെ കറൻറ്റ് റേഷ്യോനെയൊക്കെ കുറച്ചുകൂടെ ലിക്വിഡിറ്റി കാണിക്കുന്ന റേഷ്യോ ആണ് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി റെഫേഴ്സ് ടു ഫേംസ് എബിലിറ്റി ടു പേ ഇറ്റ്സ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ആസ് ആൻഡ് വെൻ ദേ ബിക്കം ഡ്യൂ. Quick ratio may be defined as the relationship between quick or liquid asset and current or liquid liability. അപ്പോൾ കറൻറ്റ് അസറ്റും ക്യുക്ക് അസറ്റും കറൻറ്റ് ലയബിലിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. കറൻറ്റ് അസറ്റ് ഏതൊക്കെയാണ് വരിക നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കറൻറ്റ് അസറ്റിൽ നിന്ന് സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും മാറ്റി വയ്ക്കുമ്പോഴാണ് നമുക്ക് ക്യുക്ക് അസറ്റ് കിട്ടുക. അപ്പോൾ എഴുതിക്കോളൂ,
ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അതിൽ സ്റ്റോക്കും പ്രീപെയ്ഡും ബ്രാക്കറ്റിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എന്താണ്? ക്വിക്ക് അസറ്റ് ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉള്ളത് വിത്തിൻ ബ്രാക്കറ്റ്. കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും അങ്ങോട്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് അസറ്റ് കിട്ടി, ലിക്വിഡ് അസറ്റ് കിട്ടി. ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതിയാവും. ചില അതേഴ്സ് ക്വിക്ക് ലയബിലിറ്റി എന്ന് പറയാറുണ്ട്. ക്വിക്ക് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കറണ്ട് ലയബിലിറ്റി തന്നെ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇക്വേഷൻ നോട്ടിൽ എഴുതുമ്പോഴും ഇതേ ഇക്വേഷൻ എഴുതുക. ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എഴുതുക. ക്വിക്ക് അസറ്റ് എഴുതുമ്പോൾ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് മാറ്റി വെച്ചതാണ് എടുക്കേണ്ടത്. ഇവിടെ ഐഡിയൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേഷ്യോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ആണെന്ന്, ലിക്വിഡ് റേഷ്യോ ഓക്കെയാണ്, ക്വിക്ക് റേഷ്യോ ഓക്കെ ആണെന്നുള്ളത് എങ്ങനെയാണ് കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ 1:1 ആണ് ഐഡിയൽ. 1:1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ക്വിക്ക് അസറ്റ് മീറ്റ് ചെയ്യാൻ ഈക്വൽ ആയിട്ടുള്ള കറണ്ട് ലയബിലിറ്റി ഉണ്ടോയെന്നേ നോക്കണ്ടുള്ളൂ. ഡബിൾ ആവശ്യമില്ല, ഡബിൾ നമുക്ക് ആവശ്യമില്ല. ഈക്വൽ ആയിട്ടുള്ള കറണ്ട് ലയബിലിറ്റി ഉണ്ടോയെന്നുണ്ടെങ്കിൽ നോക്കേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് തേർഡ് വൺ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് റേഷ്യോ ആണ്. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. So what is absolute liquid asset? It includes cash in hand and cash at bank and marketable securities. That means temporary investment. Acceptable norm for this ratio is 50%. That is 0.5:1. Absolute liquid ratio എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ്സിൽ ഏതൊക്കെയാണ് വരിക? റെഡിലി ആയിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള ക്യാഷ് ബാലൻസും, ബാങ്കിൽ നമ്മുടെ എമൗണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അതും, റെഡിലി മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അതായത് പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്കതിനെ ക്യാഷാക്കി വിത്തിൻ ഹവർ അല്ലെങ്കിൽ വിത്തിൻ എ ഡേ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന റെഡിലി മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ളതാണ് ഏതായിട്ട് വരുന്നത്. കുറച്ചുകൂടെ ലിക്വിഡ് ഫോമിലുള്ള അസറ്റ് മാത്രമേ ഇതിലെടുക്കാൻ പാടുള്ളൂ. ഇതിൽ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റായിട്ട് ക്യാഷ് റേഷ്യോ എന്നും കൂടെ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് കേട്ടോ. എഴുതിക്കോ ഇക്വേഷൻ. അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അതിൽ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 50% ആണ്, അതായത് 0.5:1. അതായത് എന്താ മീൻ ചെയ്യണത്? ഈ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോവിൽ ഈ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ ഒരു 50% എങ്ങാനും മതിയാവും എന്നാണ് പറയുന്നത്. 50% കിട്ടിയാൽ മതിയാവും. നെക്സ്റ്റ് ക്യാഷ് ബേൺ റേഷ്യോ ആണ്. ക്യാഷ് ബേൺ റേഷ്യോ എന്ന് പറയും ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഓർ റാപ്പിഡ്ലി ഗ്രോയിങ് ടെക്നോളജിക്കൽ കമ്പനീസ്. പെട്ടെന്ന് വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഒക്കെ ടെക്നോളജിക്കൽ കമ്പനീസാണ് ക്യാഷ് ബേൺ റേഷ്യോ യൂസ് ചെയ്യാറുള്ളത്. ദീസ് കമ്പനീസ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ് ഹാവ് നോ റവന്യൂ. ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് റവന്യൂ ഒന്നും ഉണ്ടാവാറില്ല. ദേ റേസ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിലൂടെയാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാറ്. ദേ സ്പെൻഡ് മണി ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറൊക്കെ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കും. ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന ചിലവുകൾക്കൊക്കെ വേണ്ടി എടുക്കും. ദിസ് റേഷ്യോ ഈസ് ടു നോ ദ നമ്പർ ഓഫ് ഡേയ്സ് ദ കമ്പനി ക്യാൻ സർവൈവ് വിത്ത് മണി റേസ്ഡ് ഫ്രം ഇൻവെസ്റ്റേഴ്സ്. ഇങ്ങനെ റേസ് ചെയ്ത് കിട്ടുന്ന ഈ ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അവർക്ക് എത്രത്തോളം ദിവസങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്യാഷ് ബേൺ റേഷ്യോ യൂസ് ചെയ്യുക. ദിസ് റേഷ്യോ ഈസ് ടു നോ ദ നമ്പർ ഓഫ് ഡേയ്സ് ദ കമ്പനി ക്യാൻ സർവൈവ് വിത്ത് ദി മണി റേസ്ഡ് ഫ്രം ഇൻവെസ്റ്റേഴ്സിന് റേസ് ചെയ്തിട്ടുള്ള ഈ മണി ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ദിവസം അവർക്ക് മുന്നോട്ട് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ക്യാഷ് ബേൺ റേഷ്യോ ഇസ് ഈക്വൽ ടു equation is that 365 days into cash raised from initial investors divided by projected startup cost. അപ്പോൾ ഇക്വേഷൻ എഴുതിയെടുത്തോ. ക്യാഷ് ബേൺ റേഷ്യോ is equal to 365 days into cash raised from initial investors divided by projected startup cost. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ക്യാഷ് ബേൺ റേഷ്യോ അധികം തിയറി ചോദിക്കുള്ളൂ, പ്രോബ്ലം ചോദിക്കില്ല. എപ്പോഴും ചോദിക്കാറുള്ള പ്രോബ്ലം കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആണ്, അതായത് ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ്. അപ്പോൾ നന്നായി പഠിച്ചു വയ്ക്കുക. 4 റേഷ്യോൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, മീനിങ് പഠിച്ചു വയ്ക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.